വചനം തിരുവചനം മാനവരക്ഷാവചനം ഹൃദയങ്ങളെ ഒരുങ്ങിയിടുക വചനത്തെ എതിരേൽക്കാൻ. യേശുമിശിഹായിൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്നവരെ, നല്ല ഇടയൻ എപ്രകാരമാണ് എന്നും ഇടയനെ ശ്രവിക്കുന്ന ആടുകൾ ഇടയനോടൊപ്പം ആലയിലേക്ക് പ്രവേശിക്കുന്നു എന്നും സ്വരം തിരിച്ചറിയാതിരിക്കുമ്പോൾ ആടുകൾ അവയെ വിട്ടുപോകുന്നു എന്നും ഇടയൻ ശരിയല്ലാതെ വരുമ്പോൾ ആടുകളെ ചെന്നായ്ക്കൾ പിടിച്ചുകൊണ്ടു പോകുന്നു എന്നുമൊക്കെ ഈശോ വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുകയാണ്. ഇനി ആടും ഇടയനും ആര് എന്നുള്ളതാണ് പ്രശ്നം. ആരാണ് ആട്, ആരാണ് ഇടയൻ? ആട് നമ്മൾ ഓരോരുത്തരും. ഇടയനാരാ? ഈശോയാണ്. ആ ഇടയനെ കേൾക്കാറുണ്ടോ? ഇടയനെ ശ്രവിച്ചാലേ ആലയിലേക്ക് പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് 100 ആടുകളുണ്ടായിരിക്കെ ഒരെണ്ണം നഷ്ടപ്പെട്ടപ്പോൾ എന്ത് ചെയ്തു? 99 അവിടെ നിർത്തി ചെവി കേൾക്കാതെ പോയതിനെ അന്വേഷിച്ച് നടന്നു. അപ്പോൾ ഒരു നല്ല ഇടയൻ ആരായിരിക്കണം എന്നുള്ളത് ഈശോ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരാടിനുണ്ടാകേണ്ട സവിശേഷതകളും ഈശോ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. എന്തൊക്കെ സവിശേഷതകളാണ് ഒരാടിനുണ്ടായിരിക്കണ്ടേ? ഇടയനെ സ്വരം തിരിച്ചറിയണം, പിന്നെ അനുഗമിക്കണം. അത് അനുഗമിക്കുക, പറഞ്ഞ വഴിയെ നടക്കുക. ഓക്കെ. പിന്നെ ഇന്ന് ആദ്യം പറഞ്ഞതിൽ തുടങ്ങാം. ഇടയൻ്റെ സ്വരം ശ്രവിക്കണം. എങ്ങനെയാണ് ഇടയൻ്റെ സ്വരം ശ്രവിക്കാൻ സാധിക്കുക? കുറേ കാലമായി കേൾക്കാൻ തുടങ്ങിയിട്ട് അല്ലേ? കൂടെ ആയിരിക്കാം. പിന്നെ ശിഷ്യത്വത്തിൻ്റെ അടിസ്ഥാന സ്വഭാവങ്ങളിൽ ഒന്നാണ് ശ്രവിക്കുക എന്നുള്ളത്. ഗുരുവിനെ ശ്രവിക്കുക. ശിഷ്യത്വത്തിൻ്റെ അടിസ്ഥാന സ്വഭാവങ്ങളിൽ ഒന്നാണ് ഗുരുവിനെ ശ്രവിക്കുക എന്നുള്ളത്. ഈ ഗുരുവിനെ ശ്രവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഗുരുവിൻ്റെ അടുത്തിരിക്കണം. ഗുരുവിൻ്റെ അടുത്തിരുന്നാൽ മാത്രമേ അവനെ കേൾക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈശോ മലമുകളിൽ കയറി എപ്പോഴൊക്കെ പ്രസംഗിക്കുന്നുവോ അപ്പോഴൊക്കെ അവൻ്റെ അടുത്തേക്ക് ആളുകൾ വന്നു. അവൻ്റെ അടുത്തേക്ക് വന്നിരുന്ന് അവനെ ശ്രവിക്കുന്നു. ശ്രവിച്ചവർ അവനെ അനുഗമിക്കുന്നു. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവനെ ശ്രവിക്കാൻ സാധിക്കണമെങ്കിൽ അവൻ്റെ അടുത്തിരിക്കാൻ പറ്റണം. നമുക്കില്ലാതെ പോകുന്നതാണ്, സമയം കിട്ടുന്നില്ല. ഇന്നത്തെ കാലത്ത് ഞായറാഴ്ച കുർബാനയ്ക്ക് പോലും സമയം ഇല്ലാത്ത കാലമാണ്. പിന്നെയാണ് ഇടയൻ്റെ അടുത്ത് പോയി ഇരിക്കാൻ എല്ലാ ദിവസവും സമയം കണ്ടെത്തുക. ഞായറാഴ്ച കുർബാനയ്ക്ക് വരാനുള്ള സമയം പോലും കിട്ടുന്നില്ല. കാരണം അത്രയും തിരക്കിലാണ് മനുഷ്യർ. അവിടെയാണ് ഇടയൻ്റെ അടുത്തിരുന്ന് ശ്രവിക്കണമെന്ന് പറയുക. നടക്കുമോ? നടക്കുമോ എന്നാണ് എൻ്റെ ചോദ്യം. മനസ്സ് വെച്ചാൽ സാധിക്കും. ആ മനസ്സാണ് നമ്മുടെ പ്രശ്നം. ഇടയൻ്റെ അടുത്തിരുന്ന് സ്വരം ശ്രവിക്കുന്ന ആടിന് മാത്രമേ അവനെ അനുഗമിക്കാൻ പറ്റുള്ളൂ. അവൻ്റെ അടുത്തിരിക്കാൻ സമയമില്ലാതെ, അവനെ ശ്രവിക്കാൻ സാധിക്കാതെ ഒരുവനും അവനെ അനുഗമിക്കാനായിട്ട് പറ്റില്ല. ഇടയൻ എത്ര നല്ലവനാണെങ്കിലും അവനെ ശ്രവിക്കുന്നില്ലെങ്കിൽ അവനെ അനുഗമിക്കാൻ പറ്റില്ല. അപ്പോൾ പ്രശ്നം ഇടയൻ്റെ ആണോ ആടിൻ്റെ ആണോ? ആടിൻ്റെയാണ്. ആടിൻ്റെ ചെവി ഒന്ന് കൊണ്ടുപോയിട്ട് ടെസ്റ്റ് ചെയ്യണം അല്ലേ? ചെവി കേൾക്കാത്ത ആടുകൾ ഉണ്ട്. ആ ആടിനെയൊക്കെ നമ്മൾ കൊണ്ടുപോയിട്ട് ഒന്ന് ടെസ്റ്റിന് വിധേയമാക്കണം. എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ദൈവസ്വരം തിരിച്ചറിഞ്ഞാൽ മാത്രമേ അവനെ അറിയാനായിട്ട് പറ്റൂ. ദൈവസ്വരത്തിലൂടെ, ദൈവവചനത്തിലൂടെ അവൻ എന്നോട് സംസാരിക്കുന്നതിലൂടെ മാത്രമേ അവനെ മനസ്സിലാക്കാനായിട്ട് എനിക്ക് സാധിക്കൂ, അവനെ അനുഭവിക്കാനായിട്ട് എനിക്ക് സാധിക്കൂ. അങ്ങനെയെങ്കിൽ അവൻ്റെ അടുത്ത് ഇരിക്കാനുള്ള സമയം കണ്ടെത്താൻ എനിക്ക് പറ്റണം. അപ്പോൾ ഒന്നാമത്തെ കാര്യം, അവനെ ശ്രവിക്കുക. ശ്രവിക്കണമെങ്കിൽ അവൻ്റെ അടുത്തിരിക്കണം. അവൻ്റെ അടുത്തിരിക്കണമെങ്കിൽ
മനസ്സുണ്ടാവണം. അപ്പോൾ മനസ്സിനെ ഒരുക്കിയെടുക്കാനായിട്ട് പരിശ്രമിക്കാം. അങ്ങനെ അവൻ്റെ അടുത്തിരുന്നു കൊണ്ട് അവനെ ശ്രവിക്കാം. നമ്മൾ മർത്തായെയും മറിയത്തെയും കാണുന്നുണ്ട്. ഒരാൾ അവൻ്റെ അടുത്തിരുന്നു, ഒരാൾ ഓടി നടന്ന് ജോലി ചെയ്തു. ആരാ? മറിയം അടുത്തിരുന്നു, മർത്ത ഓടി നടന്നു. എന്നിട്ട് കർത്താവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, കർത്താവേ, എൻ്റെ സഹോദരി എന്നെ തനിയെ വിട്ടിരിക്കുന്നത് നീ കാണുന്നില്ലേ? ഈശോ എന്താ പറഞ്ഞേ? മർത്താ മർത്താ, നീ എന്തിന് പല കാര്യങ്ങളിൽ വ്യഗ്രചിത്തയാകുന്നു. മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തു. അവൾ തിരഞ്ഞെടുത്ത നല്ല ഭാഗം ഏതാ? അവനെ ശ്രവിക്കാനായിട്ട് പോയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവനെ ശ്രവിക്കുക എന്നുള്ളത് മറ്റെന്തിനേക്കാളും ശ്രേഷ്ഠമായ ഒന്നാണ്. അതുകൊണ്ട് പറഞ്ഞു, മർത്താ മർത്താ, നീ എന്തിന് പല കാര്യങ്ങളിൽ ആകുലയും വ്യഗ്രചിത്തയുമാകുന്നു. നമ്മൾ ഓരോ ദിവസവും ആകുലപ്പെടുന്നവരാണ് പല കാര്യങ്ങളെക്കുറിച്ച്. രാവിലെ എണീറ്റാൽ രാത്രി ആകുന്നത് വരെയും പല കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ആകുലരാണ്. ഓരോന്നും എങ്ങനെ നടക്കും എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ആലോചിച്ച് നടക്കുക. ആ സമയത്ത് തമ്പുരാൻ്റെ മുൻപിലിരുന്ന് അവനെ ഒന്ന് ശ്രവിക്കാൻ സാധിച്ചാൽ പലതിനുമുള്ള മറുപടി അവൻ തരും. പക്ഷെ അതിന് മാത്രം നമുക്ക് സമയമില്ല. അപ്പോൾ കർത്താവ് നമ്മോടും പറയും, മർത്താ മർത്താ എന്ന് വിളിച്ചതുപോലെ നമ്മുടെ പേര് വിളിച്ച് കർത്താവ് പറയും, നീ എന്തിന് പല കാര്യങ്ങളിൽ വ്യഗ്രചിത്തയായി നടക്കുന്നു? തമ്പുരാൻ്റെ സന്നിധിയിൽ വന്നിരുന്ന് എന്തുകൊണ്ട് നിനക്ക് അവനെ ശ്രവിക്കാനായിട്ട് സാധിക്കുന്നില്ല? ഒന്നാമത്തെ കാര്യം ഇതാണ്, അവൻ്റെ സ്വരം ശ്രവിക്കാൻ, ഇടയൻ്റെ സ്വരം ശ്രവിക്കുന്ന ആടുകളായിട്ട് മാറണം. 2, അതിനുശേഷം പറഞ്ഞു, ഇടയനെ അനുഗമിക്കണം. എങ്ങനെയാണ് അവനെ അനുഗമിക്കുക? ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞു, പാലക്കാട് ഇലക്ഷൻ കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട്, നേതാക്കന്മാർ വന്നാൽ അവരുടെ പുറമെ ഒരു പരിവാരം ഉണ്ടാകും, അനുഗമിക്കുന്ന ആളുകളുണ്ട്. ഈശോയെ അനുഗമിക്കണോ? എങ്ങനെ ഈശോയെ അനുഗമിക്കുക? ഈശോ ഇങ്ങനെ നമ്മുടെ മുൻപിൽ ഒരു രൂപമായിട്ട് വന്ന് നിൽക്കുവാണെങ്കിൽ നമ്മൾ അവൻ്റെ പുറകെ പോകും. കാരണം വ്യക്തികളുടെ പുറകെ പോകാനായിട്ട് നമുക്ക് താല്പര്യമുള്ള കാലമാണ്. ഒരു സിനിമാ നടൻ ഏതെങ്കിലും ഒരു കട ഉദ്ഘാടനം ചെയ്യാൻ വന്നു എന്ന് പറഞ്ഞാൽ അവിടെ ജനം തടിച്ചുകൂടും. ഒരു ഫുട്ബോൾ കളിക്കാരൻ, പ്രശസ്തനായ ഒരു കളിക്കാരൻ വന്നു എന്ന് പറഞ്ഞാൽ അവിടെ ജനം തടിച്ചുകൂടും. പക്ഷെ എന്തുകൊണ്ട് ദേവാലയത്തിലേക്ക് വരാൻ ജനത്തിന് സാധിക്കുന്നില്ല? ഒരു രാഷ്ട്രീയക്കാരൻ വന്നു കഴിയുമ്പോൾ അവൻ്റെ പുറകെ ഓടാനായിട്ട് ജനങ്ങൾ പരക്കം പായും. അതൊരു തരത്തിലുള്ള അനുഗമിക്കലാണ്. തങ്ങൾക്ക് പ്രിയപ്പെട്ടവനെ, തങ്ങൾ ശ്രവിക്കുന്നവനെ അനുഗമിക്കാനായിട്ട് ജനം ആഗ്രഹിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈശോയെ അനുഗമിക്കുക എന്നുള്ളത് ഓരോ ഇടയനെ അനുഗമിക്കുക എന്നുള്ളത് ആടുകളുടെ ഉത്തരവാദിത്വമാണ്. ഈശോയാകുന്ന ഇടയനെ അനുഗമിക്കാനായിട്ട് നിയോഗിക്കപ്പെട്ട ആടുകളാണ് നമ്മൾ. എത്രമാത്രം അവനെ അനുഗമിക്കുന്നുണ്ട്? അവനെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ പ്രശ്നവും കൂടിയുണ്ട്. എന്താണ്? കുരിശ് നമ്മൾ സ്ഥിരം എടുക്കുന്നുണ്ട്, അതല്ലാതെ ചിലപ്പോൾ ജീവനും പോകും. അവന് വേണ്ടി അവനെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ചാവേറാകാനും നമുക്ക് സാധിക്കണമെന്നർത്ഥം. രാഷ്ട്രീയക്കാരുടെ പിറകെ നടക്കുന്ന അണികളുടെ ഒരു പ്രത്യേകത നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു രാഷ്ട്രീയക്കാരും അവരുടെ മക്കളും മരിക്കാറില്ല. മരിക്കുന്നതാരാ? അണികളാണ്. എന്തുകൊണ്ടാണ്? അവർക്ക് വേണ്ടി മരിക്കാനും തയ്യാറായിട്ട് ഇറങ്ങി പോവാം. അതിനപ്പുറത്തേക്ക് ഒന്നും അവരെ ചിന്തിക്കുന്നില്ല. കുടുംബമുണ്ടോ, മക്കളുണ്ടോ, ഭാര്യയുണ്ടോ, മാതാപിതാക്കളുണ്ടോ, ഒന്നും ചിന്തിക്കാറില്ല. കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നവനും അതുപോലെ ഇറങ്ങിത്തിരിക്കാനായിട്ട് പറ്റണം. സ്ഥൈര്യലേപനം എന്ന കൂദാശ സ്വീകരിച്ചവരാണോ? ആണോ? എന്താണ് സ്ഥൈര്യലേപനം എന്ന കൂദാശ എന്താണെന്ന് ചോദിച്ചാൽ എന്താ പറയാൻ പറ്റുക? ഈശോയുടെ പടയാളി, പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്ന് നന്മയിൽ ഉറച്ചു നിൽക്കാനുള്ള ശക്തി നൽകി നമ്മെ ക്രിസ്തുവിൻ്റെ പടയാളിയാക്കി മാറ്റുവാണ്. ഒരു പടയാളിയുടെ പ്രത്യേകത എന്താ? എപ്പോഴും യുദ്ധം ചെയ്യാൻ പോയാൽ എന്ത് സംഭവിക്കും? ജീവനും പോകും. അപ്പോൾ അനുഗമിക്കാനായിട്ട് തീരുമാനിച്ചാൽ
സ്വാഭാവികമായിട്ടും ജീവൻ നഷ്ടപ്പെടാൻ വരെ സാധ്യതയുണ്ട്. ക്രിസ്തുവിനെ അനുഗമിക്കാൻ തീരുമാനിച്ചാൽ അവന് വേണ്ടി ഒരു ചാവേറാകാനും സാധിക്കണം. അപ്പോൾ ശ്രവിക്കാൻ എളുപ്പമാണ്, അനുഗമിക്കാൻ ബുദ്ധിമുട്ടാണ്. ശ്രവിക്കാൻ എളുപ്പമാണ്, അനുഗമിക്കാൻ. അപ്പോൾ പിന്നെ നമ്മൾ ശ്രവിക്കാൻ നിൽക്കുമോ? അനുഗമിക്കുമ്പോൾ ഇതാണ് അവസ്ഥ എന്നറിഞ്ഞാൽ പിന്നെ നമ്മൾ ശ്രവിക്കാൻ പോകുമോ? ശ്രവിച്ചാൽ അനുഗമിക്കണം. അപ്പോൾ പിന്നെ ശ്രവിക്കാതിരുന്നാൽ പോരെ? അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശ്രവിച്ചാൽ അനുഗമിക്കണം, അനുഗമിച്ചാൽ ജീവൻ പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ശ്രവിക്കാതിരിക്കുക. അപ്പോൾ പിന്നെ അനുഗമിക്കേണ്ട കാര്യം ഇല്ല. അതിനല്ല ഈശോ നമ്മെ വിളിച്ചിരിക്കുന്നത്. അവനെ അനുഗമിക്കാൻ വേണ്ടി തന്നെയാണ് വിളിച്ചിരിക്കുക. മൂന്നാമത്തെ കാര്യം, ഇടയനെ അറിയണം. ആരെയാണ് അനുഗമിക്കുന്നത് എന്ന് മനസ്സിലാക്കാതെ അനുഗമിച്ചു കഴിഞ്ഞാൽ നന്മയ്ക്ക് പകരം തിന്മ സംഭവിക്കും. നല്ല പാതയിലൂടെ പോകേണ്ടതിന് പകരം തിന്മയുടെ പാതയിലൂടെ നമ്മൾ യാത്ര ചെയ്യും. അതുകൊണ്ട് അനുഗമിക്കുന്നത് ആരെയാണ് എന്നുള്ളത് കൃത്യമായി അറിയണം. ഇടയനെ അനുഗമിക്കണം. ആ ഇടയൻ, അനുഗമിക്കപ്പെടുന്ന ഇടയൻ ആരാണ് എന്ന് വ്യക്തമായ ബോധ്യമുണ്ടാകണം. ഏതാ ഇടയൻ? ആരാണ് ഈശോ? ആരാ ഈശോ? ഈശോ ഈശോ അതെ, ഈശോ ഈശോ. ആരാ ഈശോ? ആര്? രക്ഷകൻ. പിന്നെ ദൈവം, ദൈവപുത്രൻ, ദൈവം. പിന്നെ പാപവിമോചകൻ. ഈശോ ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട്, മനുഷ്യപുത്രൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? കുറേ മറുപടി വന്നു. ഇനി അടുത്ത ചോദ്യം, ഈശോ നമുക്കാരാ? ഇത് നമ്മൾ കേട്ട കാര്യങ്ങളാണ് ഇപ്പം നമ്മൾ പറഞ്ഞത്. ഇനി എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഈശോ ആരാണ്? ഒരാൾ പറഞ്ഞു അപ്പനാണെന്ന് പറഞ്ഞു. പിന്നെ സർവവുമാണ്. ഏറ്റവും എളുപ്പമായി, കാടടച്ച് വെടിവെച്ചാൽ തീരുമാനമായി. പിന്നെ ഒന്നും പറയേണ്ട കാര്യമില്ല. എനിക്ക് ഈശോ ആരാണ്? എനിക്കെല്ലാമാണ്. എപ്പോൾ? അതിന് വല്ല തെളിവുണ്ടോ? അവൻ കുരിശിൽ മരിച്ചു, അതെല്ലാവർക്കും വേണ്ടി പണ്ട് നടന്നതാണ്. ഇപ്പം ജീവിക്കുന്ന നമുക്ക് ഈശോ ആരാണെന്നാണ് എൻ്റെ ചോദ്യം. എനിക്ക് ഈശോ ആരാണ് എന്ന് എനിക്ക് മനസ്സിലാവണമെങ്കിൽ ഞാൻ അവനെ അറിയണം. തോമാസ് ശ്ലീഹ ഈശോയുടെ തിരുവിലാവിൽ തൊട്ട് കഴിഞ്ഞ് പറയുന്നൊരു കാര്യമുണ്ട്. എന്താ പറഞ്ഞേ? എൻ്റെ കർത്താവേ. തൊട്ട് അനുഭവിച്ച് കഴിഞ്ഞ് തോമാസ് ശ്ലീഹ ഏറ്റുപറയാണ്, ഇതെൻ്റെ കർത്താവും എൻ്റെ ദൈവവുമാണ്. ഇതുപോലെ എനിക്ക് അവനെ അനുഭവിക്കാനായിട്ട്, അനുഗമിക്കുന്നവനെ അനുഭവിച്ച് അറിയാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അവിടെയാണ് പ്രശ്നം. സംഗതി നമുക്കെല്ലാം അറിയാം, പക്ഷെ കാര്യത്തോടെ എടുക്കുമ്പോൾ ഒന്നും കാണാനില്ല. അപ്പോൾ ഈ അനുഗമിക്കുന്ന ആളെ വ്യക്തമായി മനസ്സിലായില്ലെങ്കിൽ വഴി മാറിപ്പോകും. ഇപ്പോൾ 3 കാര്യങ്ങൾ ഒരു ആടിനുണ്ടാകണം. ആടിനുണ്ടാകേണ്ട 3 കാര്യങ്ങൾ ഏതൊക്കെയായിരുന്നു? 1, ശ്രവിക്കണം. ശ്രവിക്കണമെങ്കിൽ അവൻ്റെ അടുത്തിരിക്കണം, അടുത്തിരിക്കാനുള്ള സമയം കണ്ടെത്തണം. 2, ശ്രവിച്ചു കഴിഞ്ഞാൽ അവനെ അനുഗമിക്കണം. 3-മത്തേത് അനുഗമിക്കുന്നത് ആരെയാണ് എന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കണം. അങ്ങനെ തിരിച്ചറിയുമ്പോൾ മാത്രമേ അവനിൽ നമുക്ക് വസിക്കാനായിട്ട് പറ്റുള്ളൂ. ഇനി എങ്ങനെ ഇതെല്ലാം സാധിക്കും എന്ന് ചോദിച്ചാൽ അതിനുള്ള മറുപടി യേശു പറയുന്നുണ്ട്. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്തിൻ്റെ ആദ്യ ഭാഗം, ഞാനാണ് ആടുകളുടെ വാതിൽ. നമ്മുടെയൊക്കെ വീടിന് വാതിലുണ്ട്. ഇപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ ഒരു വാതിലുണ്ട്. എന്തിനു വേണ്ടിയാണ് വാതിൽ? കയറി വരാനും ഇറങ്ങിപ്പോവാനും. പിന്നെ വാതിൽ കൊണ്ടുള്ള പ്രത്യേകത എന്താ? സുരക്ഷിതത്വം. വീടിനകത്ത് നമ്മൾ രാത്രി കിടക്കുമ്പോൾ വാതിലുള്ളിൽ നിന്ന് കുറ്റിയിടും, അല്ലെങ്കിൽ ലോക്ക് ചെയ്യും. എന്തിനു വേണ്ടിയാണ്? കള്ളൻ കയറരുത്, വീട്ടിലുള്ള സ്വർണവും പണമൊന്നും നഷ്ടപ്പെടരുത്,
സത്യം അതൊക്കെയാണ്. വീട്ടിലൊന്നുമില്ലെങ്കിൽ ആരെങ്കിലും വീട് പൂട്ടുമോ? ഇല്ല. വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഉള്ളതുകൊണ്ട് പൂട്ടി വയ്ക്കും. കാരണം അല്ലെങ്കിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര അസ്വസ്ഥ. വീട് പൂട്ടിയോ? ചിലവർക്ക് അങ്ങനെയുണ്ട്. പോയി പകുതി വഴി എത്തുമ്പോഴായിരിക്കും പൂട്ടിയോ ഇല്ലയോ എന്നൊരു സംശയം. താക്കോലെടുത്തിട്ട് പോകുന്നു, പൂട്ടിയോ ഇല്ലയോ എന്ന് സംശയം. ആ സംശയം വന്നാൽ പോയ വഴിയിൽ കാര്യങ്ങളൊന്നും നടക്കില്ല. തിരിച്ചെത്തുവോളം ഈ ഒരു ചിന്തയിലായിരിക്കും അവിടെ ഇരിക്കുക. അപ്പോൾ അതുകൊണ്ട് ഈ വാതിലുകളുടെ ഒരു പ്രത്യേകതയുണ്ട്. ആ വാതിൽ നമുക്ക് സുരക്ഷിതത്വം നൽകുന്നുണ്ട്. പുറത്തേക്ക് ഇറങ്ങാനും അകത്തേക്ക് വരാനും അത് നമ്മെ സഹായിക്കുന്നുണ്ട്. ഈശോ പറയാണ്, ഞാനാണ് വാതിൽ. എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷ പ്രാപിക്കും. ഈ വാതിലാകുന്ന ഈശോയിലൂടെ നമുക്ക് പ്രവേശിക്കാൻ പറ്റിയിട്ടുണ്ടോ? അവൻ്റെ കൂടെ ആയിരിക്കുന്ന, വാതിലിലൂടെ പ്രവേശിച്ച് അവൻ്റെ കൂടെ ആയിരിക്കുന്നവൻ സുരക്ഷിതനാണ് എന്ന് ഈശോ ഉറപ്പിക്കുക. അതുകൊണ്ടാണല്ലോ അപ്പോസ്തലൻ പറഞ്ഞു വയ്ക്കുക, ക്രിസ്തു എൻ്റെ പക്ഷത്തുണ്ടെങ്കിൽ ആരെനിക്ക് എതിര് നിൽക്കും? ക്ലേശമോ, ദുരിതമോ, പീഡനമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ, ഒന്നിനും കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന ഒരുവനെ തോൽപ്പിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ വാതിലാകുന്ന ക്രിസ്തുവിലൂടെ അവൻ്റെ അടുത്തേക്ക് പ്രവേശിക്കുന്ന ഒരുവനെ സംബന്ധിച്ചിടത്തോളം അവൻ സുരക്ഷിതനാണ്. അവൻ്റെ ജീവിതത്തിൽ പിന്നെ അവൻ ഒന്നിനെക്കുറിച്ചും ഭയപ്പെടേണ്ടതില്ല. പക്ഷെ ആ വാതിലിലൂടെ പ്രവേശിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഞാൻ എൻ്റെ വാതിൽ തുറന്നിട്ടിട്ടുണ്ട്. ആരെങ്കിലും ആ വാതിലിലൂടെ അകത്ത് പ്രവേശിച്ചാൽ എന്ത് സംഭവിക്കുന്ന ഈശോ പറഞ്ഞേ? അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷിക്കും എന്ന് ഈശോ പറയുന്നുണ്ട്. ആ ഈശോയാണ് പറയുന്നത്, ഞാനാണ് വാതിൽ. എൻ്റെ അടുത്തേക്ക് വന്ന് എന്നിലൂടെ നിങ്ങൾ പിതാവിൻ്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കുക. അതിന് നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾ സുരക്ഷിതരാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സുരക്ഷിതത്വമില്ല. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും അരക്ഷിതരായിട്ട് നടക്കുന്നത്, പലതിനെക്കുറിച്ചും അസ്വസ്ഥരായിട്ട് നടക്കുന്നത്. കർത്താവിൽ ആ സുരക്ഷ കണ്ടെത്താനായിട്ട് നമുക്ക് പറ്റിയിട്ടില്ല. ഇനി രണ്ടാമത്തെ കാര്യം, ഈ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ എന്ത് സംഭവിക്കുന്ന വചനം പറയുന്നത്? പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടി പോകാനായിട്ട് സാധിക്കും. എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ അനുഭവിച്ച അപ്പസ്തോലന്മാരുടെ ജീവിതത്തിൽ അവർ കർത്താവിനെ അറിഞ്ഞ് മനസ്സിലാക്കി ആത്മാവിൻ്റെ നിറവ് സ്വീകരിച്ച് കഴിയുമ്പോൾ പുതിയ സ്ഥലങ്ങളിലേക്ക് കർത്താവിനെ പ്രഘോഷിക്കാനായിട്ട് പോകുന്നുണ്ട്. ഇതുപോലെ ക്രിസ്തുവിനോടൊപ്പം ആയിരിക്കുന്ന ഒരുവൻ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവൻ പുതിയ സ്ഥലങ്ങളിൽ ചെന്ന് കർത്താവിനെ ധൈര്യപൂർവ്വം പ്രഘോഷിക്കാനായിട്ട് സാധിക്കും. കയറിയാലേ ഇറങ്ങാൻ പറ്റുള്ളൂ. കയറാതെ ഇറങ്ങാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ വാതിൽ തുറന്ന് കിടപ്പുണ്ട്. ആ വാതിലിലൂടെ അകത്ത് പ്രവേശിക്കാൻ പറ്റണം. കർത്താവിൻ്റെ കൃപകൾ സ്വീകരിച്ച് ആ വാതിലിലൂടെ പുറത്തേക്ക് ഇറങ്ങി മറ്റുള്ളവർക്ക് ആ ക്രിസ്തുവിനെ പങ്കുവെച്ചു കൊടുക്കാനായിട്ട് സാധിക്കണം. അത് കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതിന് നമുക്ക് പറ്റുമോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം. അപ്പസ്തോല പ്രവർത്തനം 28-ാം അധ്യായം 23-ാമത്തെ വാക്യം ഒന്ന് വായിക്കാവോ? അപ്പസ്തോല പ്രവർത്തനം 28-23. അവനുമായി സംസാരിക്കാൻ അവർ ഒരു ദിവസം നിശ്ചയിച്ചു. അന്ന് നിരവധി ആളുകൾ അവൻ്റെ വാസസ്ഥലത്ത് വന്നുകൂടി. രാവിലെ മുതൽ സന്ധ്യ വരെ അവൻ മോശയുടെ നിയമത്തെയും പ്രവാചകന്മാരെയും അടിസ്ഥാനമാക്കി യേശുവിനെക്കുറിച്ച് അവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയും ദൈവരാജ്യത്തെക്കുറിച്ച് പരസ്യമായി സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു. പരസ്യമായി ദൈവരാജ്യത്തെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുകയാണ് അപ്പസ്തോലന്മാർ. യഹൂദരുടെ ഇടയിലേക്ക് കടന്നു ചെന്ന് ഈശോ ആരാണെന്നും അവൻ്റെ സുവിശേഷം എന്താണെന്നും അവൻ ഈ ലോകത്തിലേക്ക് വന്നത് എന്തിനാണെന്നും പരസ്യമായി പ്രസംഗിക്കുകയാണ്. ആ പരസ്യമായി പ്രസംഗിക്കുമ്പോൾ എതിർപ്പുകൾ ഇഷ്ടം പോലെയുണ്ട്. ഒത്തിരിയേറെ പേര് അവരെ കൊല്ലണമെന്നുള്ള ആവശ്യവുമായി വരുന്നുണ്ട്. ന്യായാധിപന്മാരുടെ മുൻപിൽ അവരെ കൊണ്ടുപോയി നിർത്തുന്നുണ്ട്. അവരെ വിചാരണയ്ക്ക് വിധേയരാക്കുന്നുണ്ട്. പക്ഷേ അവിടെ അവരൊന്നുകൊണ്ടും ഭയപ്പെടുന്നില്ല. അവർ വീണ്ടും വീണ്ടും ശക്തിയോടുകൂടെ കർത്താവിൻ്റെ വചനം പ്രസംഗിക്കുക. എന്നിട്ട് അതിൻ്റെ അവസാന ഭാഗത്തേക്ക് എത്തുമ്പോൾ അവിടെ അപ്പസ്തോലന്മാർ പറഞ്ഞു വയ്ക്കുന്നുണ്ട്, ഈ യഹൂദജനം ക്രിസ്തുവിനെ സ്വീകരിക്കാതെ വന്നു കഴിയുമ്പോൾ അപ്പസ്തോലൻ പറഞ്ഞു വയ്ക്കുകയാണ്, ഇനി കർത്താവിൻ്റെ സുവിശേഷം വിജാതീയരുടെ അടുത്തേക്ക് പോവുകയാണ്. കേൾക്കേണ്ടവർ കേട്ടില്ല. അതുകൊണ്ട് ഇനി വിജാതീയരുടെ അടുത്തേക്ക് ഈ സുവിശേഷം പോവുകയാണ്. അതിനുശേഷമാണ് അവർ ലോകം മുഴുവനും ചുറ്റി നടന്ന് പ്രഘോഷിക്കാനായിട്ട് ആരംഭിക്കുക.
ഇതുപോലെ നമ്മുടെ ചുറ്റുപാടുമുള്ള സമൂഹങ്ങളിൽ, വ്യക്തികളിൽ ക്രിസ്തുവിൻ്റെ സ്നേഹം, ക്രിസ്തുവിൻ്റെ സുവിശേഷം, ക്രിസ്തുവിൻ്റെ രക്ഷയുടെ സന്ദേശം പങ്കുവെച്ച് കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ ഇല്ലയോ? ഇത്രയും പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇടയനെക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ എന്ന്, അല്ലേ? ഇടയൻ ആരായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് പത്രോസ് അപ്പോസ്തലൻ 1-ാമത്തെ ലേഖനം 5-ാമത്തെ അധ്യായം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അതിൽ 2-ാമത്തെ വചനം ഒന്ന് വായിക്കാം, 2 മുതലുള്ള വാക്യങ്ങൾ. നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ അജഗണത്തെ പരിപാലിക്കുവിൻ. അത് നിർബന്ധം മൂലമായിരിക്കരുത്. ദൈവത്തെ പ്രതി സന്മനസ്സോടെ ആയിരിക്കണം. ലാഭേച്ഛയോട് ആയിരിക്കരുത്. തീക്ഷ്ണതയോട് ആയിരിക്കണം. അജഗണത്തിൻ്റെ മേൽ ആധിപത്യം ചുമത്തിക്കൊണ്ടായിരിക്കരുത്. സന്മാതൃക നൽകിക്കൊണ്ടായിരിക്കണം. ഇടയന്മാരുടെ തലവൻ പ്രതീക്ഷപ്പെടുമ്പോൾ മഹത്വത്തിൻ്റെ ഒഴിമങ്ങാത്ത കിരീടം നിങ്ങൾക്ക് ലഭിക്കും. ഒരിടയൻ ആരായിരിക്കണമെന്ന് പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞു വയ്ക്കുകയാണ്. ഒന്നും കൂടി ഒന്ന് വായിച്ചേ. അത് നിർബന്ധം മൂലമായിരിക്കരുത്. ഈ ഉത്തരവാദിത്വം, ഇടയൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത് നിർബന്ധം മൂലമായിരിക്കരുത്. പിന്നെ ദൈവത്തെ പ്രതി സന്മനസ്സോടെ, പൂർണ്ണമായ സമ്മതത്തോടുകൂടെ മാത്രമേ ഈ ഇടയനടുത്ത ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പാടൂ. സന്മാതൃക. അടുത്തത് ലാഭേച്ഛയോട് ആയിരിക്കരുത്. തീക്ഷ്ണതയോട് ആയിരിക്കണം. ലാഭം നോക്കിക്കൊണ്ട് ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കരുത്. പിന്നെയോ തീക്ഷ്ണതയിൽ എരിഞ്ഞുകൊണ്ടായിരിക്കണം ഈ ശുശ്രൂഷ നിർവഹിക്കേണ്ടത്. അടുത്തത് അജഗണത്തിന്റെ മേൽ ആധിപത്യം ചുമത്തിക്കൊണ്ടായിരിക്കരുത്. സന്മാതൃക നൽകിക്കൊണ്ടായിരിക്കണം. ആളുകൾ അടുത്തേക്ക് വരുമ്പോൾ അവരുടെ മേൽ അടിച്ചേൽപ്പിച്ച ഓരോ കാര്യങ്ങൾ കൊടുത്തുകൊണ്ടാകരുത്, മറിച്ച് അവർക്ക് മാതൃക നൽകിക്കൊണ്ടായിരിക്കണം. ഇടയന്മാരുടെ തലവൻ പ്രതീക്ഷപ്പെടുമ്പോൾ മഹത്വത്തിന്റെ ഒളിമങ്ങാത്ത കിരീടം. ഇങ്ങനെ ഒരു ഇടയൻ ജീവിച്ചാൽ, ഇടയന്മാരുടെ തലവനായ കർത്താവ് വരുമ്പോൾ അവന് ഒളിമങ്ങാത്ത കിരീടം നൽകും. അപ്പോൾ ഇടയനെക്കുറിച്ചും ആടുകളെക്കുറിച്ചും വളരെ വ്യക്തമായിട്ട് വചനം പഠിപ്പിക്കുകയാണ്. ഈ ഇടയനും ആടും ഒരുപോലെ ചേർന്ന് നിന്ന് പ്രവർത്തിക്കുമ്പോഴാണ് ത്രിത്വൈക കൂട്ടായ്മയുടെ സ്നേഹത്തിന് വളരാനായിട്ട് സാധിക്കുക. ഇടയന്മാരൊരു വശത്തും ആടുകൾ വേറൊരു വശത്തുമായിട്ട് മാറി നിന്ന് കഴിഞ്ഞാൽ സഭ വളരുമോ? സഭ എന്ന് പറയുന്നത് ഈ ആടുകളും ഇടയന്മാരും ചേർന്നതാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു വയ്ക്കുക, ആടുകളുടെ മണമുള്ള ഇടയന്മാരായിരിക്കണം എന്ന് പറഞ്ഞാൽ ഇടയന്മാരെപ്പോഴും ആടുകളോട് ചേർന്ന് ജീവിക്കാനായിട്ട് കടപ്പെട്ടിരിക്കുന്നവർ. അപ്പോൾ ഈ ആടുകൾക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ഇടയൻ ആടുകളോട് ചേരാൻ വരുമ്പോൾ ആ ഇടയനോട് ചേർന്ന് നിൽക്കാനായിട്ട് ആടുകൾക്ക് സാധിക്കണം. അതാണ് ഈശോ പറയുന്നത്, ആടുകൾ ഇടയൻ്റെ സ്വരം ശ്രവിക്കണം. ആ സ്വരം ശ്രവിച്ച് ഇടയനോട് ചേർന്ന് നിൽക്കുമ്പോൾ ആ സമൂഹം, ആ കൂട്ടായ്മ വളരും. ഒരിക്കലും അതിനെ നശിപ്പിക്കാനോ തകർത്ത് കളയാനോ ആർക്കും സാധിക്കില്ല. അങ്ങനെയെങ്കിൽ ഈ കർത്താവിൻ്റെ വാതിലിൻ്റെ സങ്കല്പം, ഇടയ സങ്കല്പം, ആടുകളെക്കുറിച്ചുള്ള സങ്കല്പം, ഇതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഒരു നിമിഷം നമുക്കൊന്ന് കൊണ്ടുവരാം. ഇടയനാകുന്ന കർത്താവിനെ ശ്രവിക്കാൻ, അവനെ അനുഗമിക്കാൻ, അവനെ പൂർണ്ണമായൊന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അവനാകുന്ന വാതിലിലൂടെ അകത്ത് പ്രവേശിക്കാനും അവനിൽ നിന്ന് കൃപകളും അനുഗ്രഹങ്ങളും സ്വീകരിച്ചുകൊണ്ട് അവനെ മറ്റുള്ളവരുടെ മുൻപിൽ മഹത്വപ്പെടുത്തുവാൻ, പ്രഘോഷിക്കുവാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് സഭയിൽ ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഇടയന്മാരായി ദൈവം നിയോഗിച്ചിരിക്കുന്ന ആളുകളോട് ചേർന്ന് സഭയെ പടുത്തുയർത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആടുകളും ഇടയന്മാരും ഒരുപോലെ ചേർന്ന് നിന്ന് സഭയെ പടുത്തുയർത്തുമ്പോഴാണ് ആ ത്രിത്വൈക കൂട്ടായ്മ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയുക. അതിനുവേണ്ടി എത്രമാത്രം ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട്. കർത്താവേ, വീഴ്ചകൾ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് പോരായ്മകളുണ്ടായിട്ടുണ്ട്. സഭയെ പടുത്തുയർത്തുന്നതിൽ ഞങ്ങൾക്ക് പരാധീനതകളുണ്ടായിട്ടുണ്ട്. കരുണ തോന്നണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ചും സഭയെ, സഭാധികാരികളെ, സഭയെ മുഴുവനായും ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. കർത്താവ് സ്ഥാപിച്ച സഭ ഇന്നും ലോകം മുഴുവനും വ്യാപിച്ചു കിടക്കുന്നു. കർത്താവിനെ ലോകം മുഴുവനും പ്രഘോഷിക്കാനായിട്ട് സഭയ്ക്ക് സാധിക്കുന്നു. തമ്പുരാൻ അത് മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ.
അതിനെൻ്റെ ജീവിതത്തെ വിട്ടുകൊടുക്കാൻ പറ്റണം. അവന് വേണ്ടി ഒരു ചാവേറാകാൻ എനിക്ക് സാധിക്കണം. അവന് വേണ്ടി എൻ്റെ ജീവൻ വെടിയേണ്ടി വന്നാലും അതിൽ മടി കൂടാതെ വിട്ടുകൊടുക്കാൻ എനിക്ക് പറ്റണം. കർത്താവേ, അതിനാവശ്യമായ കൃപ നൽകണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ.